Hi everyone, this is Rinsi from Groww Malayalam channel. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അണ്ടർവാല്യൂഡ് സ്റ്റോക്സ് നോക്കുന്ന ഒരാളാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മൾ എപ്പോഴും നമ്മുടെ വെൽത്ത് കൂട്ടാൻ സഹായിക്കുന്ന സ്റ്റോക്സ് ആണ് നോക്കാറുള്ളത് അല്ലേ? സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് അണ്ടർവാല്യൂഡ് സ്റ്റോക്സ് മാത്രമല്ല, പക്ഷേ ഡെറ്റ് ഫ്രീ അതുപോലെ 500 രൂപ താഴെയുള്ള സ്റ്റോക്സ് ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 500 രൂപ താഴെയുള്ള ടോപ്പ് 3 ഡെറ്റ് ഫ്രീ അണ്ടർവാല്യൂഡ് സ്റ്റോക്സ് ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ഈ അണ്ടർവാല്യൂഡ് സ്റ്റോക്സ് എന്നുള്ളത് നമുക്കൊന്ന് പറയാം. അപ്പോൾ അണ്ടർവാല്യൂഡ് സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ അവരുടെ ട്രൂ വാല്യൂവിലും താഴെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സ് ആണ്. സോ ഇൻവെസ്റ്റേഴ്സിന് കുറവ് വിലയിൽ വാങ്ങിച്ചിട്ട് കൂടുതൽ വിലയിൽ വിൽക്കാനുള്ള ഒരു ചാൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും ഡെറ്റ് എന്നുള്ളത്. അപ്പോൾ ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടം. അതായത് നമ്മൾ ആരുടെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചാൽ നമ്മളത് തിരിച്ചു കൊടുക്കണം വിത്ത് ഇൻട്രസ്റ്റ്. സോ ഇപ്പോൾ ഒരു കമ്പനി കടം വാങ്ങിച്ചാൽ അവരത് ഇൻട്രസ്റ്റ് അടക്കം തിരിച്ചടയ്ക്കണം. അപ്പോൾ അതായത് കമ്പനിക്ക് ഇതൊരു കോസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? കുറവ് പ്രോഫിറ്റ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനികളാണ് ഇന്ന് നോക്കുന്നത്. ഇന്ന് നമ്മുടെ അണ്ടർവാല്യൂഡ് സ്റ്റോക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് മെട്രിക്സ് എടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് പി റേഷ്യോ. അപ്പോൾ എന്താണ് പി റേഷ്യോ? പി റേഷ്യോ അല്ലെങ്കിൽ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു വാല്യുവേഷൻ റേഷ്യോ ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കമ്പനിയുടെ കറന്റ് ഷെയർ പ്രൈസ് ഏർണിംഗ്സ് പെർ ഷെയർ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഇപ്പോൾ നോർമലി ഒരു ഹൈ പി റേഷ്യോ കാണിക്കുന്നത് സ്റ്റോക്സ് ഓവർ വാല്യൂഡ് ആണെന്നും ഇനി ലോ പി റേഷ്യോ സജസ്റ്റ് ചെയ്യുന്ന അണ്ടർ വാല്യൂഡ് ആണെന്നാണ്. പക്ഷെ നമ്മൾ സ്റ്റോക്ക് പി റേഷ്യോ നോക്കുമ്പോൾ അത് ഇൻഡസ്ട്രിയുടെ പി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. കാരണം ഇൻഡസ്ട്രി അനുസരിച്ച് പി റേഷ്യോയിൽ മാറ്റം വരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പ് 3 അണ്ടർവാല്യൂ സ്റ്റോക്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്ന ഫിൽറ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 5,000 crores ആണ്. ലാസ്റ്റ് ഇയർ ROE അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റി മോർ ദാൻ 20%, ലാസ്റ്റ് ഇയർ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ മോർ ദാൻ 20%, ഡെറ്റ് ടു ഇക്വിറ്റി 0, അതുപോലെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ഇൻഡസ്ട്രി പി റേഷ്യോനേക്കാളും കുറവാണ് ഇന്ന് നമ്മൾ എടുത്തേക്കുന്നതെല്ലാം. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ എടുത്തേക്കുന്ന പ്രൈസ് എല്ലാം വരുന്നത് മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് ഓഫ് 7 ജൂലൈ 2023 ആണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും നല്ല സ്റ്റോക്ക് നമ്മൾ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അതായത് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കമ്പനിയാണ് വാല്യൂ, സ്റ്റെബിലിറ്റി അതുപോലെ അഫോർഡബിലിറ്റിയിലെ ഏറ്റവും പെർഫെക്റ്റ് കോമ്പിനേഷൻ ഉള്ളത്. സോ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി റൈറ്റ്സ് ലിമിറ്റഡ്. അപ്പോൾ 1974 ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു പബ്ലിക് സെക്ടർ കമ്പനിയാണ്. അതുപോലെ ട്രാൻസ്പോർട്ട് കൺസൾട്ടൻസി ആൻഡ് എഞ്ചിനീയറിംഗ് സെക്ടറിലെ ലീഡിംഗ് പ്ലെയറും കൂടിയാണ് ഈ കമ്പനി. പല സെക്ടറിൽ കമ്പനി സർവീസുകൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് റെയിൽവേസ്, ഹൈവേസ്, അർബൻ എഞ്ചിനീയറിംഗ് ആൻഡ് സസ്റ്റൈനബിലിറ്റി, എയർപോർട്ട്സ്, പോർട്സ്, റോഡ്വേസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്സ്, ഇൻലാൻഡ് വാട്ടർവേസ്, അതുപോലെ റിന്യൂവബിൾ എനർജി. അപ്പോൾ കമ്പനിയുടെ പേര് റൈറ്റ്സ് ലിമിറ്റഡ് എന്നാണ്. അപ്പോൾ അറിയപ്പെടുന്നത് റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് ഇക്കണോമിക് സർവീസസ് ലിമിറ്റഡ് എന്നാണ്. അപ്പോൾ കമ്പനി ഡെറ്റ് ഫ്രീ ആണ്. കമ്പനിയുടെ പി റേഷ്യോ വരുന്നത് 16.78, ഇൻഡസ്ട്രി പി വരുന്നത് 23.9 ആണ്. അപ്പോൾ 7 ജൂലൈ 2023 പ്രകാരം കമ്പനിയുടെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന 377.90 റുപ്പീസിലാണ്. അപ്പം സിമ്പിളായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ കമ്പനി ഒരു എഞ്ചിനീയറിംഗ് ആൻഡ് കൺസൾട്ടിംഗ് കമ്പനിയാണ്. ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ റിലേറ്റഡ് സർവീസുകൾ നൽകുന്നുണ്ട്. ഇപ്പോൾ പ്രോജക്റ്റിന് ഇനീഷ്യൽ ഐഡിയ തൊട്ട് ഫൈനൽ ഇംപ്ലിമെന്റേഷൻ വരെയുള്ള എല്ലാത്തിലും അവർ സഹായിക്കുന്നുണ്ട്. അതായത് അവർക്ക് പ്ലാനിംഗ്, ഡിസൈനിങ്, ബിൽഡിംഗ്, ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, മാനേജിംഗ്, ഇപ്പോൾ ലൈക്ക് റോഡ്സ്, ബ്രിഡ്ജസ്, എയർപോർട്ട്സ് ഒക്കെ. അപ്പം ഇന്ത്യ അതുപോലെ തന്നെ അബ്രോഡുള്ള റെയിൽവേസ്, ഹൈവേസ്, എയർപോർട്ട്സ്, പോർട്സ്, റോഡ്വേ, അർബൻ ട്രാൻസ്പോർട്ട് അതുപോലെ ഇൻലാൻഡ് വാട്ടർവേസ് പ്രോജക്റ്റിൽ കമ്പനി കൺസൾട്ടൻസ്, എഞ്ചിനീയേഴ്സ്, പ്രോജക്ട് മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുക, കൺസ്ട്രക്ഷന്റെ സൂപ്പർവൈസിംഗ്, പ്രോജക്ട് മാനേജ്മെന്റ് സർവീസുകളൊക്കെ കമ്പനി നൽകുന്നുണ്ട്. ഇനി കമ്പനിയുടെ ബിസിനസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനി 4 സെഗ്മെന്റിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കൺസൾട്ടൻസി, ടേൺ കീ, അതുപോലെ തന്നെ ടേൺ കീ അതായത് മൊത്തം പ്രോജക്റ്റ് തുടക്കം മുതൽ അവസാനം വരെ ഹാൻഡിൽ ചെയ്യുന്നത്, പിന്നെ എക്സ്പോർട്സ് അതുപോലെ ലീസിംഗ്. അപ്പോൾ ഓരോ സെഗ്മെന്റും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ കൺസൾട്ടൻസി സെഗ്മെന്റ് കീഴിൽ അവർ റിസർച്ച് നടത്തും. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട്, ഡിസൈൻ, എഞ്ചിനീയറിംഗ് സർവീസസ്, പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി സർവീസസ്, ക്വാളിറ്റി അഷ്യൂറൻസ് സർവീസസ് അതുപോലെ ഇൻസ്പെക്ഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. ഇനി ടേൺ കീ സെഗ്മെന്റ് കീഴിൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എടുക്കും. ലൈക്ക് ഇപ്പം റെയിൽവേ ലൈൻ എൻഹാൻസ്മെന്റ് വർക്ക് ഫോർ റെയിൽവേ സിസ്റ്റംസ്, മോഡേണൈസേഷൻ ഓഫ് റെയിൽവേ വർക്ക്ഷോപ്സ് ഒക്കെ. ഇനി അടുത്ത സെഗ്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോളിംഗ് സ്റ്റോക്സ്, അതായത് ലോക്കോമോട്ടീവ്സ്, കാരേജ്, വാഗൺസ്, മറ്റ് വാഹനങ്ങൾ തുടങ്ങി റെയിൽവേയിൽ ഉപയോഗിക്കുന്ന വീലുകളുള്ള വാഹനങ്ങൾ നൽകാൻ വേണ്ടി ഇപ്പോൾ തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവയിലൊക്കെ ഇന്ത്യൻ റെയിൽവേയുടെ ഒരൊറ്റ എക്സ്പോർട്ട് സ്ഥാപനമാണ് ഈ ഒരു കമ്പനി. ഇനി അവസാനമായിട്ടും 4
രണ്ടാമത്തുമായിട്ട് സെഗ്മെന്റ് വരുന്നത് അവർ ഡൊമസ്റ്റിക് ഫോറിൻ ക്ലയൻസിന് അവർ ലോക്കോമോട്ടീവ്സ് ലീസ് ചെയ്യുന്നു. അപ്പോൾ അവർ ഡൊമസ്റ്റിക് ക്ലയൻസിന്റെ റെയിൽവേ സിസ്റ്റത്തിൽ ഓപ്പറേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. കൂടാതെ അവരുടെ ക്ലയൻസിന് ലോക്കോമോട്ടീവ്സിന് മെയിൻറ്റെയിൻ സർവീസുകളും നൽകുന്നുണ്ട്. ഇനി കമ്പനിയുടെ ബിസിനസ് സെഗ്മെന്റിൽ നിന്നുള്ള റവന്യൂ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം റവന്യൂ കൺസൾട്ടൻസി സെഗ്മെന്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ 2023 അത് 47%, ടേൺകി സെഗ്മെന്റിൽ നിന്ന് 35%, എക്സ്പോർട്സിൽ നിന്ന് 12%, പിന്നെ ലീസിംഗിൽ നിന്ന് 6%. ഇനി നമുക്ക് കണക്കുകൾ നോക്കാം. അപ്പോൾ മൊത്തം സെയിൽസ് നോക്കിയാൽ കമ്പനി കഴിഞ്ഞ 5 വർഷത്തിൽ 11.91% CAGR എന്ന നിരക്കിൽ സെയിൽസ് കൂട്ടിയിട്ടുണ്ട്. എന്നാൽ പ്രോഫിറ്റ് 9.62% CAGR വളർന്നിട്ടുണ്ട്. അപ്പോൾ ഓർഡർ ബുക്ക് നല്ല സ്ഥിതിയിലാണ് എന്നതാണ് കമ്പനിയുടെ ഒരു പ്രധാന ആനുകൂല്യങ്ങളിൽ ഒന്ന്. ഇനി ബാക്കി ഓർഡറുകൾ അടുത്ത 2 മുതൽ 3 വർഷത്തിൽ പൂർത്തിയാക്കും എന്നത് മീഡിയം ടേമിൽ മികച്ച റവന്യൂ വിസിബിലിറ്റി നൽകുന്നുണ്ട്. ഇനി മാനേജ്മെന്റ് പറയുന്നതനുസരിച്ച് കമ്പനി ഫൈനാൻഷ്യൽ 2024 100 കോടി രൂപ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ റിറ്റ്സ് ക്വാളിറ്റി അഷ്വറൻസ് സെക്ടറിൽ നോൺ ഇന്ത്യൻ റെയിൽവേ ക്ലയൻസിന്റെ വളർച്ച കാണുന്നുണ്ട്. ഇത് റവന്യൂ ഗ്രോത്തിന് സഹായിക്കും. മാത്രമല്ല നെറ്റ് പ്രോഫിറ്റ് വളർച്ച ട്രെൻഡ് മെച്ചപ്പെടുത്തുന്ന ഒരു ഡബിൾ ഡിജിറ്റ് വളർച്ചയ്ക്കും ശ്രമിക്കുന്നുണ്ട് കമ്പനി. ഉയർന്ന കോമ്പറ്റേറ്റീവ് ഇന്റൻസിറ്റി ഉണ്ടാക്കാം എന്നതാണ് കമ്പനിയുടെ ഒരു പ്രധാന വെല്ലുവിളി. അത് മാർജിനുകളെ ബാധിച്ചേക്കാം. കാരണം മാർക്കറ്റിൽ കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ ആ കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കമ്പനികൾക്ക് വില കുറയ്ക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കുറഞ്ഞ പ്രോഫിറ്റ് മാർജിനിലേക്ക് കാരണമാക്കാം എന്നതിനാൽ വില കുറച്ചുകൊണ്ട് കമ്പനികൾ മുമ്പത്തെ അത്രയും ലാഭം നേടാൻ വേണ്ടി കഴിഞ്ഞെന്ന് വരില്ല. ഇനി റൈറ്റ്സിന്റെ പ്രധാന കണക്കുകൾ നോക്കി അവർ ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സായ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡും GMR എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ വാല്യൂഷൻ നോക്കിയാൽ റൈറ്റ്സ് 2 കമ്പനികളെ അപേക്ഷിച്ച് ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. അത് മറ്റ് 2 കമ്പനിയേക്കാൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 ഇയർ റിട്ടേൺ നോക്കിയിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് റൈറ്റ്സിനേക്കാളും റിട്ടേൺ നൽകിയിട്ടുണ്ട്. എന്നാൽ ലോങ് ടേമിൽ അത് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡിന് മികച്ച പ്രകടനം നൽകും എന്നതിനാൽ GMR എയർപോർട്ട്സ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ അത്രയല്ല. ഇനി നമ്മുടെ രണ്ടാമത്തെ കമ്പനി നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെന്റ് ലിമിറ്റഡ്. അപ്പോൾ നിങ്ങളെല്ലാം ഈ ഒരു കമ്പനിയെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും. കമ്പനി 1995 സ്ഥാപിതമായ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ETFs ഉൾപ്പെടെ മ്യൂച്വൽ ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നതിലും പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകൾ ഉൾപ്പെടെ മാനേജ്മെന്റ് അക്കൗണ്ട്സിലും ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലും പെൻഷൻ ഫണ്ടിലും ഓഫ് ഷോർ ഫണ്ടിലും ഏർപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കമ്പനിക്ക് 0 ഡെറ്റ് ആണ്. PE റേഷ്യോ വരുന്നത് 24.57 ആണ്. ഇൻഡസ്ട്രി പേരുന്നത് 33.2 ആണ്. കൂടാതെ ജൂലൈ 7, 2023 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 286.5 രൂപയിലാണ്. നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെന്റ് ലിമിറ്റഡ് നീണ്ട ട്രാക്ക് റെക്കോർഡുള്ള ഇന്ത്യയിലെ പ്രമുഖ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളിൽ ഒന്നാണ്. അപ്പോൾ 31 മാർച്ച് 2023 പ്രകാരം ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 3,62,981 കോടിയായിരുന്നു. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് AUM വരുന്നത് 2,86,873 കോടിയായിരുന്നു. അപ്പോൾ ഈ ഒരു കമ്പനി ജപ്പാനിലെ പ്രമുഖ പ്രൈവറ്റ് ലൈഫ് ഇൻഷുറൻസ്മാരിൽ ഒരാളാണ്. നിപ്പോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കമ്പനിയുടെ ബിസിനസ് നോക്കിയിട്ടുണ്ടെങ്കിൽ റവന്യൂ 2 സെഗ്മെന്റിൽ നിന്നാണ് വരുന്നത്. AMC മാനേജ്മെന്റ് ഫീസിൽ നിന്നും അഡ്വൈസറി ഫീസ് ഉൾപ്പെടെയുള്ള പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഫീസും. അപ്പോൾ AMCയുടെ കീഴിൽ ആക്റ്റീവും പാസീവുമായ സ്കീമുകളുള്ള മ്യൂച്വൽ ഫണ്ടുകൾ കമ്പനി നൽകുന്നുണ്ട്. അപ്പോൾ നിലവിൽ അവർക്ക് 42 ആക്റ്റീവ് സ്കീമുകളും 41 പാസീവ് സ്കീമുകളും ഉണ്ട്. 17 AIF അതായത് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് സ്കീമുകളും 4 ഓഫ് ഷോർ സ്കീമുകളും ഉണ്ട്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസിന് കീഴിൽ ഹൈ നെറ്റ്വർത്ത് വ്യക്തികൾക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർക്കും കമ്പനി പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകൾ നൽകുന്നുണ്ട്. ഇനി ഒരു ബിസിനസ് സെഗ്മെന്റിൽ നിന്നുള്ള കമ്പനിയുടെ റവന്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രധാന റവന്യൂ മാനേജ്മെന്റ് ഫീസ് സെഗ്മെന്റിൽ നിന്നാണ് വരുന്നത്. അത് ഫൈനാൻഷ്യൽ 2023 97.78%. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഫീസ് സെഗ്മെന്റിൽ നിന്ന് 2.22% വരുന്നുണ്ട്. ഇനി കണക്കുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ആകെ സെയിൽസ് നോക്കിയാൽ കമ്പനിയുടെ സെയിൽസ് വളർച്ച നെഗറ്റീവ് ആണ്. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തിൽ അത് 8% എന്ന നിരക്കിലാണ്. ഇപ്പം പ്രോഫിറ്റ് 5 ഇയറിലും 10%, 3 ഇയറിൽ 20% CAGR ആയിട്ട് വളർന്നിട്ടുണ്ട്. ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് ഉപയോഗം 16% എന്ന് വളരെ കുറവ് നിരക്കിലാണ്. എന്നാൽ ഗ്ലോബൽ ശരാശരി 70% കൂടുതലാണ് എന്നത് കമ്പനിയുടെ പ്രധാന ആനുകൂല്യങ്ങളിൽ ഒന്നാണ്. അതായത് കമ്പനിക്ക് വളരാൻ സാധ്യതകൾ ഒരുപാടുണ്ട്. കൂടാതെ കമ്പനിക്ക് ഇന്ത്യയിൽ ശക്തമായ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ ഫൈനാൻഷ്യൽ 2023 ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ആകെ ബേസ് 91,000 കൂടുതലായി. അപ്പോൾ അവരുടെ AUMന്റെ 58% മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സും 20% നാഷണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സും 22% ബാങ്കിംഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സും നൽകുന്നുണ്ട്. ഇവിടെ ഏറ്റവും വലിയ 5 AMCകളിൽ ബാങ്കിംഗ് ചാനലിൽ ഏറ്റവും കുറവ് ആശ്രയം എന്നതാണ് കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രയോജനം. കൂടാതെ ഒരൊറ്റ ഡിസ്ട്രിബ്യൂട്ടേഴ്സും 5% കൂടുതൽ ടോട്ടൽ അസറ്റിൽ ഉത്തരവാദിയല്ല എന്നതും അസറ്റ് പല ഡിസ്ട്രിബ്യൂട്ടർമാരിൽ പരന്നു കിടക്കുന്നു എന്നാണ് കാണിക്കുന്നത്. എന്നാൽ ശക്തമായ കോമ്പറ്റീഷനാണ് കമ്പനിയുടെ പ്രധാന വെല്ലുവിളികളിൽ ഒന്ന്. ഇപ്പോൾ വർദ്ധിച്ച കോമ്പറ്റീഷൻ കാരണം കമ്പനിയുടെ AUM വളർച്ച കുറവുണ്ടായിട്ടുണ്ട്. കൂടാതെ മോശം മാർക്കറ്റിന് നിയമപരമായ റിസ്കുകളും കാരണമായിട്ടുള്ള ഔട്ട്ഫ്ലോയിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ AUM 3.2% ഇയർ ഓൺ ഇയർ കൂടി. അതുപോലെ 0.12% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ മാത്രമേ ആയിരുന്നു.
അപ്പോൾ ഇത് ഭാവിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണമായേക്കാം. നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെന്റ് ചില പ്രധാന കണക്കുകൾ അവർ ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സായ HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി, ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവയായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ വാല്യൂഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റ് രണ്ട് കമ്പനികളെ അപേക്ഷിച്ച് ഡിസ്കൗണ്ടിലാണ് നിപ്പോൺ ലൈഫ് ട്രേഡ് ചെയ്യുന്നത്. അത് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനെ അപേക്ഷിച്ച് ഉയർന്ന ROI ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 ഇയർ റിട്ടേൺ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റ് രണ്ട് കമ്പനികളെ അപേക്ഷിച്ച് വളരെ നല്ലതല്ല. ഇനി അവസാനത്തെ കമ്പനി ഗുജറാത്ത് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പോൾ ഗുജറാത്തിലുള്ള ഇന്ത്യയിലെ പ്രമുഖ മൈനിങ് ആൻഡ് മിനറൽ പ്രോസസ്സിംഗ് കമ്പനികളിൽ ഒന്നാണിത്. അപ്പോൾ ഇന്ത്യയിലെ ലിഗ്നൈറ്റ് ഉൽപ്പാദനത്തിൽ രണ്ടാമതും ലിഗ്നൈറ്റ് വിപണിയിൽ നമ്പർ 1 ആണിത്. അപ്പോൾ ബോയിലറുകളിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രൗൺ കോൾ എന്ന ലിഗ്നൈറ്റ് ആണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ കമ്പനി 0 ഡെറ്റ് ആണ്. പി റേഷ്യോ വരുന്നത് 4.29 ആണ്. ഇൻഡസ്ട്രി പി വരുന്നത് 11.1 ആണ്. സ്റ്റോക്ക് 7 ജൂലൈ 2023 പ്രകാരം 166.3 ട്രേഡ് ചെയ്യുന്നത്. കമ്പനിയുടെ ബിസിനസിനെ കുറിച്ച് സംസാരിച്ച ഗുജറാത്ത് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 2 സെക്ടറിൽ പ്രധാനമായിട്ട് ഏർപ്പെട്ടിരിക്കുന്നത്, അതായത് മൈനിങ്ങും പവറും. ഇപ്പോൾ ലിഗ്നൈറ്റ്, ബോക്സൈറ്റ്, മൾട്ടി മെറ്റൽ, പവർ, വിൻഡ്, സോളാർ എന്നിവയാണ് അവരുടെ പ്രോജക്റ്റുകൾ. അപ്പോൾ ആദ്യം നമുക്ക് മൈനിങ് സെഗ്മെന്റിനെ കുറിച്ച് പറയാം. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് കീഴിൽ ലിഗ്നൈറ്റ്, ബോക്സൈറ്റ്, സിലിക്ക സാൻഡ്, ലൈം സ്റ്റോൺ, ബോൾ ക്ലേ എന്നീ വിവിധ മിനറലുകളും മെറ്റലുകളും കുച്ച്, സൂറത്ത്, ബറോഡ, രാജ്കോട്ട്, പോർബന്ദർ തുടങ്ങിയ ഗുജറാത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് കമ്പനി മൈൻ ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. പവറും ഇലക്ട്രിസിറ്റിയും ഉണ്ടാക്കുന്നതിൽ ലിഗ്നൈറ്റ് പ്രധാന സോഴ്സ് ആണ്. അപ്പോൾ GMDC സംസ്ഥാനത്തെ ലിഗ്നൈറ്റ് മൈനിങ് പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പവർ സെഗ്മെന്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ കമ്പനിക്ക് പവർ സെക്ടറിൽ തെർമൽ പവറിലും സോളാർ, വിൻഡ് എനർജി പ്രോജക്റ്റുകൾ ഉൾപ്പെടുന്ന റിന്യൂവബിൾ പവറിലും വിശാലമായ പോർട്ട്ഫോളിയോ ഉൾപ്പെടെ തരക്കേടില്ലാത്ത സാന്നിധ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ബിസിനസ് സെഗ്മെന്റിൽ നിന്നുള്ള കമ്പനിയുടെ വരുമാനം നോക്കിയിട്ടുണ്ടെങ്കിൽ മൈനിങ് സെഗ്മെന്റിൽ നിന്നാണ് വരുമാനത്തിന് ഭൂരിഭാഗം വരുന്നത്. അത് ഫൈനാൻഷ്യൽ 2023 90.53% പവർ സെഗ്മെന്റിൽ നിന്ന് 9.4% കിട്ടുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ 2019 മുതൽ 20 വരെ നമ്മൾ നോക്കിയാൽ 81.7% റവന്യൂ മൈനിങ് സെഗ്മെന്റിൽ നിന്നാണ് വരുന്നത്. 18.3% റവന്യൂ പവർ സെഗ്മെന്റിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് കമ്പനിയുടെ മൈനിങ് സെഗ്മെന്റിൽ നിന്നുള്ള റവന്യൂവിലെ വർധന കാരണം അത് റവന്യൂ ഉണ്ടാക്കുന്ന മൈനിങ് സെഗ്മെന്റിൽ കൂടുതൽ ആശ്രയിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് കണക്കുകൾ നോക്കാം. അപ്പോൾ മൊത്തം സെയിൽസ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനി 34% CAGR എന്ന നിരക്കിൽ സെയിൽസ് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് കാണാം. എന്നാൽ പ്രോഫിറ്റ് 103% CAGR വളർന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നോക്കിയാൽ അത് സമയം പോകും തോറും കുറഞ്ഞ -12% മുതൽ ഉയർന്ന 44% വരെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ -12% എന്ന ലോ പോയിന്റിന് ശേഷം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിന്റെ ഉയർച്ച എന്ന ട്രെൻഡാണ് കാണിക്കുന്നത്. അങ്ങനെ 44% വരെ ഉയർന്നതിന് ശേഷം 32 മുതൽ 42% എന്ന റേഞ്ചിലാണ് അടുത്ത കാലത്ത് സ്ഥിരമായി. അപ്പോൾ കമ്പനിക്ക് വർഷങ്ങൾ കഴിയും തോറും പ്രവർത്തന മികവും പ്രോഫിറ്റബിലിറ്റിയും മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു എന്നാണ് ഇത് കാണിക്കുന്നത്. ലിഗ്നൈറ്റ് മൈനുകളിലെ പ്രധാന സ്ഥാനം നിലനിർത്തുന്നതിൽ നീണ്ട ട്രാക്ക് റെക്കോർഡാണ് കമ്പനിയുടെ ആനുകൂല്യങ്ങളിൽ ഏറ്റവും മികച്ചത്. ഇപ്പോൾ GMDC ഗുജറാത്തിലെ ആകെ ലിഗ്നൈറ്റ് ഡിമാൻഡ് 25% നൽകുന്നുണ്ട്. മാത്രമല്ല അവർക്ക് ഭാവിയിലേക്ക് വലിയ പ്ലാനുകളും ഉണ്ട്. ഇപ്പോൾ ഫൈനാൻഷ്യൽ 2025 അവരുടെ ഷെയർസ് 30 മുതൽ 35% കൂട്ടാൻ വേണ്ടി ലക്ഷ്യമിടുന്നുണ്ട്. ഇപ്പം ഓപ്പറേറ്റ് ചെയ്യുന്ന 5 ലിഗ്നൈറ്റ് മൈനുകളിലും 95 മില്യൺ ടണ്ണിന്റെ എസ്റ്റിമേറ്റഡ് റിസർവ്സും കൂടെ GMDCയുടെ ആവറേജ് മൈൻ ലൈഫ് മാർച്ച് 31, 2023 പ്രകാരം 12 മുതൽ 14 വർഷമാണ്. കൂടാതെ തെർമൽ പവർ, ടെക്സ്റ്റൈൽ, സ്റ്റീൽ, സിമെന്റ് എന്നീ ഇൻഡസ്ട്രികളിലും ഉപയോഗം കാരണം ലിഗ്നൈറ്റിന്റെ ഡിമാൻഡ് അങ്ങനെ തന്നെ നിലനിൽക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഇന്ത്യ ആശ്രയിക്കുന്ന ഇമ്പോർട്ട് ചെയ്ത കോളിന് പകരം ലിഗ്നൈറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഈ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സർക്കാർ രാജ്യത്ത് കൂടുതൽ ലിഗ്നൈറ്റുകളും കോളിൻ്റെയും മൈനുകളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഇൻഡസ്ട്രിക്ക് ഇതൊരു മികച്ച സമയമാകാം. സ്ഥലം ഏറ്റെടുക്കൽ, വികസനം, പുതിയ പ്രോജക്റ്റുകൾ എന്നിവയ്ക്കായിട്ട് ഭൂരിഭാഗം നീക്കി വെച്ചുകൊണ്ട് 2500 കോടി രൂപയുടെ ഉയർന്ന ക്യാപിറ്റൽ ബഡ്ജറ്റ് കമ്പനി നീക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ GMDCയുടെ പ്രവർത്തനങ്ങൾ നിയമപരമായ റിസ്കിന് വിധേയമാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അതായത് അവർ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളും നിയമങ്ങളും അനുസരിച്ചില്ലെങ്കിൽ അത് അവരുടെ ബിസിനസ്സിനെ ബാധിക്കാം. കൂടാതെ കോൾ മിനിസ്ട്രിയുടെ മൈനുകൾ അടയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ പ്രകാരം ലിഗ്നൈറ്റ് മൈനുകൾ അടയ്ക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ ചില GMDCകൾ കണ്ടെത്തേക്കാം. അതായത് മൈനുകൾ ഉപയോഗിക്കാത്തപ്പോൾ അതിൻ്റെ ചിലവുകൾക്കുള്ള പണം അവർ മാറ്റി വെക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് കമ്പനിയുടെ കണക്കുകളെ ബാധിക്കാം, കാരണം ഇതൊരു അധിക ചെലവാണ്. ഇനി GMDCയുടെ ചില പ്രധാന കണക്കുകൾ നോക്കി അവർ ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സായ KIOCL ലിമിറ്റഡ് അതുപോലെ MIOL ലിമിറ്റഡ് ആയിട്ട് നമുക്കത് കമ്പയർ ചെയ്യാം. ഇപ്പോൾ വാല്യുവേഷൻ നോക്കിയാൽ GMDC മറ്റ് 2 കമ്പനികളെ അപേക്ഷിച്ച് ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയുടെ ROI മറ്റ് 2 കമ്പനിയേക്കാളും ഉയർന്നതാണ്. കൂടാതെ നമ്മൾ ലോങ് ടേം പെർഫോമൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതും 2 കമ്പനിയേക്കാളും ഉയർന്നു തന്നെയാണ്. സോ ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച 3 കമ്പനികൾ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന
ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം കൂടി നമുക്കിവിടെ പറയാനുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പം നമുക്കിതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.